2 ദിവസമായിട്ട് നല്ല മഴയും നല്ല കാറ്റുമാണ്. മുറ്റം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. രാവിലത്തെ മഴയിൽ കടയിൽ പോകാമെന്ന് പറയുന്ന ഒരു മടിയുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ നല്ല കുട്ടിയായതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് സുന്ദരിയായിട്ട് കടയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ടൂ വീലറിൻ്റെ അടുത്ത് നിന്നപ്പോൾ ടൂ വീലർ ആകെ നനഞ്ഞ് ചീഞ്ഞിരിക്കുകയാണ്. ഡിക്കിയിൽ നിന്നിട്ട് റെയിൻകോട്ട് എടുക്കാൻ വേണ്ടി ഡിക്കി തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ പല്ലി. അങ്ങനെ ഞാൻ പല്ലീനെ തട്ടി മാറ്റി എടുത്തിട്ട് ഡിക്കിന്ന് റെയിൻകോട്ട് ഇട്ട് സുന്ദരിക്കുട്ടിയായിട്ട് ഇറങ്ങാൻ നിന്നപ്പോഴാണ് ഉമ്മ ബാക്കിൽ വന്നിരുന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊന്നും കേൾക്കാതെ ഞാൻ കടയിലോട്ടേക്ക് ഇറങ്ങി. കടയിൽ ചെന്നപ്പോൾ കടയിൽ കറണ്ടില്ലാതെ നമ്മൾ പണി നടക്കില്ലല്ലോ. സ്റ്റിച്ചിങ് ഒക്കെ എങ്ങനെ നടക്കാനാണ്. അവസാനം വാപ്പാനെ വിളിച്ചിട്ട് ഞാൻ ജനറേറ്റർ ഓൺ ചെയ്യിപ്പിച്ചു. അങ്ങനെ ജനറേറ്റർ ഓൺ ചെയ്യിപ്പിച്ച് കറണ്ടൊക്കെ സെറ്റാക്കി ലൈറ്റൊക്കെ ഇട്ട് ഇന്നത്തെ കോലം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ടോപ്പും പാൻറ്റും ആസ് യൂഷ്വൽ ചെന്നം. പിന്നെന്ന് പറയുന്നത് ജമ്പർ എന്ന് പറയാൻ പറ്റുമോ, നിറ്റ് വെയർ എന്ന് പറയുമോ, എന്താണാവോ. ഇതെന്ന് പറയുന്നത് സവാനയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആകെ 400 സംതിങ് എങ്ങാണ്ടായിട്ടുള്ളൂ. നല്ല രസമുണ്ട്. മഴ ആയിരുന്നു കൊണ്ട് തണുപ്പുള്ളത് കൊണ്ടും ഇതിട്ടാൽ ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ടതാണ്. പക്ഷേ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് AC ഓൺ ചെയ്യാൻ പറ്റില്ല. AC ഓൺ ചെയ്യാം, എന്നാലും ഞാൻ AC ഓൺ ചെയ്തില്ല. ജനറേറ്ററിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ പണിക്കാരന് പണിയൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ഇത് പേഴ്സണൽ സ്റ്റൈലിസ്റ്റിൻ്റെ ക്ലാസ്സാണ്. 3 ദിവസത്തെ ക്ലാസ്സാണ് കേട്ടോ. നല്ല വെബ് സെമിനാറാണ്. നിങ്ങൾക്ക് വല്ലവർക്കും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്കൊക്കെ അയച്ചു തരാം. അങ്ങനെ ഞാൻ ഹെം ചെയ്യാനിരുന്നു. ഒരു ബ്ലൗസ് അർജൻറ്റായിട്ട് കൊടുക്കാണ്ട് ഹെം ചെയ്യാനിരുന്നു. ഞാൻ ബാക്കിൽ വാൾപേപ്പർ ഞാൻ ഒട്ടിച്ചതാണ്. പക്ഷേ അതത്ര വൃത്തിയായില്ല. അതിൽ ഇനിയും കുറച്ച് കലാവിരുതുകൾ ഞാൻ കാണിക്കാനുണ്ട്. അങ്ങനെ ഹെം ചെയ്ത് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഉച്ചയായപ്പോൾ ഉമ്മയുടെ കൂടെ ദന്താശുപത്രിയിൽ പോയി. ഉമ്മ എടുത്തേക്കുന്ന സാരിയും ബാഗും എല്ലാം എൻ്റെയാണ്. ഉമ്മയുടെ വെപ്പുപല്ല് വെക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. വെപ്പുപല്ല് വെക്കാൻ ആകെ ഒരു 5-10 മിനിറ്റ് ടെസ്റ്റ് ചെയ്യാൻ നോക്കിയുള്ളൂ. പക്ഷെ ഞങ്ങൾ 1 മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തു. അവരോട് എന്തൊക്കെയോ നുണയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. കടയിൽ ചെന്നപ്പോൾ കടയിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. ഉച്ചവരെ കറണ്ട് വരാണ്ടായപ്പോൾ പണിക്കാരനോട് ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പണിയെടുക്കണ്ട, മുടക്കെടുക്കാമെന്ന് വിചാരിച്ച് വീട്ടിൽ കുത്തിയിരുന്നപ്പോഴാണ് മനസ്സിലായത് KCB നമ്മളെ ചതിച്ചു. KCB ഉച്ചയ്ക്ക് ശേഷം കറണ്ട് വന്നു. കറണ്ട് പോയതേയില്ല. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു.